സോ വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഗൈസ് ഓറ വാരിയേഴ്സ്. നമ്മൾ നമ്മുടെ സ്വന്തം തൃശ്ശൂരിലാണ് ക്യാമ്പ് എടുക്കുന്നത്. നമുക്കൊരു 15 പേരുണ്ട്. നമുക്കിപ്പോൾ ക്ലാസ്സുകളിൽ ഫൈറ്റ് പ്രാക്ടീസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വരുമ്പോൾ കുറച്ച് ആൾക്കാർ എന്നിട്ട് കുറച്ച് തിരക്ക് കൂടി, അതുകൊണ്ട് നമുക്ക് ഇൻട്രോ ശരിക്കും എടുക്കാൻ പറ്റിയില്ല. അത് നമുക്കിനി എന്തായാലും ക്ലാസ്സിന്റെ ഇടയിൽ വെച്ചിട്ട് കാണാം. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പരസ്യം കണ്ടിട്ടാണ് ഈ ഓറ ബോക്സിംഗ് ക്യാമ്പ് അറിഞ്ഞിട്ട് വന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതെങ്ങനെയുണ്ട് എന്താണെന്നൊന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് തൃശ്ശൂർ ക്യാമ്പിന് വന്ന് ഞാനും എൻ്റെ മോനും കൂടി രജിസ്ട്രേഷൻ ചെയ്ത് ക്യാമ്പിന് വന്ന് ക്യാമ്പ് തുടങ്ങി. 2 മണിക്കൂറിനുള്ളിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് സാധാരണ കരോട്ട, കുങ്ഫു പോലെയുള്ള എല്ലാ കളരി അതൊക്കെ ഞാൻ എൻ്റെ മോനെ പഠിപ്പിക്കുന്നതാണ്. പക്ഷേ അതിനേക്കാൾ റിസൾട്ട് എനിക്ക് ഇതിൽ തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ ഒരു ആർട്ടാണ്. റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ ഇത് നമുക്ക് വലിയ ഗുണം ചെയ്യുന്നില്ല. റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൽ നമുക്ക് ഒരു ഭയം കാര്യങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് പേടി മാറുന്നില്ല. ഇത് നമുക്ക് പേടി മാറ്റിയാണ് നമുക്ക് ഒരു റിയൽ സിറ്റുവേഷനിൽ ഒരു പ്രോബ്ലം വരുമ്പോൾ എങ്ങനെ ഫേസ് ചെയ്യുന്നതാണ് നമ്മുടെ മാസ്റ്റർ പ്രതീഷ് സാറ് പഠിപ്പിക്കുന്നത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇത് ഇന്നത്തെ ഒരു ദിവസം 30 അടവുകളാണ് എന്നെ പഠിപ്പിച്ചേക്കുന്നത്. ഇത് 300 അടവും 6 മാസം കൊണ്ട് പഠിപ്പിക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. ആ 300 അടവും പഠിക്കാൻ തന്നെ തീരുമാനം ഇന്നത്തെ ഒരു ക്ലാസ്സിൻ്റെ ഇതുകൊണ്ട്. അപ്പം ഞാനും എൻ്റെ മോനും ഈ 300 അടവും പഠിക്കും. പറ്റുകയാണെങ്കിൽ ഇത് മാസ്റ്റേഴ്സ് ആവണം തന്നെ ഞങ്ങളുടെ ആഗ്രഹമുണ്ട്. ലൈഫ് ടൈം ഇത് കൊണ്ടു കിടക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു ക്യാമ്പാണ്. മാക്സിമം എല്ലാവരും യൂസ് ചെയ്യുക. കുട്ടികളെ മാക്സിമം പഠിപ്പിക്കുക. കുട്ടികൾക്ക് റിയൽ ലൈഫിലേക്ക് ഇതെന്തായാലും ആവശ്യം വരും. ഞാനൊരു പോലീസുകാരൻ കൂടിയാണ്. ഞാൻ എൻ്റെ ട്രെയിനിങ് പീരീഡ് ഒന്നും പഠിക്കാത്ത കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ പഠിച്ചത്. എന്തായാലും ഇനി ഭാവിയിലേക്ക് എനിക്ക് നല്ല ആകാംക്ഷയുണ്ട്. ഇത് നല്ല നല്ല കുറേ കാര്യങ്ങൾ പഠിക്കുന്നു. ഇപ്പം തന്നെ ഇന്നത്തെ ദിവസം തന്നെ ഒരു ഒറ്റ തവണ തന്നെ ഒരു 3 പേരോടോ 4 പേരോടോ ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാവുന്ന ഒരു ചെറിയൊരു കോൺഫിഡൻസ്, ഒരു 10-15% കോൺഫിഡൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ 6 മാസത്തേക്ക് ആകാൻ പറ്റുന്നതുകൊണ്ട് ഫുൾ കംപ്ലീറ്റ് ആവുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എന്തായാലും നല്ലൊരു ക്ലാസ്സാണ്. എല്ലാവരും മാക്സിമം ഇതിൽ ജോയിൻ ചെയ്യാൻ നോക്കുക. ഞാനും എൻ്റെ മോനും എന്നും ഇതിലുണ്ടാവും. താങ്ക് യു. എൻ്റെ പേര് സമീർ എന്നാണ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു ആയോധന കലയാണ് ഓറ ബോക്സിങ്. ഞാൻ വന്ന് നല്ല രീതിയിൽ മാഷന്മാർ നല്ല രീതിയിൽ ക്ലാസ്സുകളെടുത്തു. അതിൽ കൂടുതൽ എനിക്ക് ഇഷ്ടമായത് എൻ്റെ സംശയങ്ങൾ എന്താണ് അവർ നല്ല രീതിയിൽ പറഞ്ഞു തന്നു. ഇത് ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ നിരപരാധികളെപ്പോലും ആക്രമിക്കുകയും ആ ആക്രമണത്തിലൂടെ ആൾക്കാർ കൊല്ലപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കല നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റും. കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ, അതായത് 10, 60, 70 വയസ്സുള്ള ആൾക്കാർ വരെ ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ലളിതമായ ഒരു ഡിഫൻറ്റ് രീതിയാണ്. എല്ലാവരും ഇതിൽ പങ്കെടുക്കണം, എല്ലാവരും വരികയും ഇത് പഠിക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഓറ ബോക്സിങ്ങിനെ കുറിച്ച് ഞാൻ ഫേസ്ബുക്കിൽ നിന്നാണ് കണ്ടത്. അപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് കണ്ടപ്പോൾ നമ്മൾ ഇത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ ഫസ്റ്റ് ക്യാമ്പാണ് അറ്റൻഡ് ചെയ്തത്. വളരെ നല്ലൊരു ക്യാമ്പായിരുന്നു. കാരണം 2 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഫൈറ്റ് ചെയ്യേണ്ട ഒരു ഇത് പ്രതീക്ഷ സാറ് മാസ്റ്റർ പഠിപ്പിച്ചു തന്നു. പിന്നെ ആളെല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ നിന്ന് കറക്റ്റായിട്ട് ഓരോ സ്റ്റെപ്പുകളും കറക്റ്റായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ രാവിലെ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തു, 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം 4 മണിയായി. 4 മണിയുടെ ക്യാമ്പ് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ 30 സ്റ്റെപ്പ് പഠിച്ചപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സ്വന്തമായിട്ട് ഒരു ഫൈറ്റ് ചെയ്യാൻ ഒരു 4-5 ആളാനായിട്ട് നമുക്ക് നേരിടാനുള്ള എല്ലാം കറക്റ്റായിട്ട് ആൾ സാറ് നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഫൈറ്റ് ചെയ്തു. അപ്പോൾ നല്ല രീതിയിലാണ് ഇത് വിചാരിച്ച
എനിക്ക് അനുഭവം ഉണ്ടായത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്യുക, ആളുടെ ആ പരിശീലനം നമുക്ക് നേടി കഴിഞ്ഞാൽ നമുക്ക് മാർഷൽ ആർട്സ് പഠിച്ച ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിരിക്കും, എല്ലാ രീതിയിലും ഉണ്ടായിരിക്കും. സ്ട്രീറ്റ് ഫൈറ്റ് കാര്യങ്ങൾക്കെല്ലാം ഉണ്ടായിരിക്കും. കറക്റ്റ് കൂടെ നിന്ന് തന്നെ ആള് എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആളോട് ചോദിച്ച് ക്ലിയർ ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രിൻസൻ. ഞാൻ കുറിയച്ചിലെന്നാണ് വരുന്നത്. ഇത് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം വളരെ കൊച്ചുനാൾ മുതലുണ്ടായിരുന്നു. പക്ഷേ പല തിരക്കുകൾ കാരണം എനിക്ക് സാധിച്ചില്ല. എൻ്റെ ഫാദറും എൻ്റെ മകനൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, പല ആയോധന കലയിലും ഉള്ളതാണ് അവർ. പക്ഷേ അവർക്കൊക്കെ വേണ്ടി നമുക്ക് ടൈം കൊടുക്കാം അല്ലെങ്കിൽ ഫീസ് കൊടുക്കാം എന്നതല്ലാതെ എനിക്ക് എൻ്റെതായ രീതിയിൽ പഠിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. അപ്പോൾ ഇതിവിടെ വന്നപ്പോൾ എത്രയും പെട്ടെന്ന് പഠിക്കാമെന്നും പിന്നെ പ്രത്യേകിച്ച് 1 മണിക്കൂർ പൈസ മേടിച്ച് തിരിച്ചു പോയിട്ടില്ല. കാരണം ഞങ്ങളൊരു വലിയൊരു ട്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഗ്യാങ് കുറച്ച് എണ്ണം നമ്പേഴ്സ് ഉണ്ടായിരുന്നു. നല്ല ഇൻസ്ട്രക്ടേഴ്സ് 2 പേരുണ്ട്. പിന്നെ പല സ്ഥലങ്ങളിലും ഇവർക്ക് കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഉണ്ട്. അത് വളരെ വിജയകരമായിട്ട് പോകുന്നു. ഇതിൽ ഒരു 10-300 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതൊരു 6 ക്ലാസ് കൊണ്ട് നമുക്കത് പഠിപ്പിച്ച് തരുന്നുണ്ട്. ഇന്നിപ്പോൾ ഫസ്റ്റ് ഡേ ആണ്. ഒരു 30 എക്സസൈസ് നമ്മൾ ചെയ്തു. അത് ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എല്ലാവരും. അങ്ങനെ മുന്നോട്ട് പോകുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നമസ്കാരം, എൻ്റെ പേര് നിഫിൻ. തൃശ്ശൂർ ചേർപ്പിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാനിത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഓറ ബോക്സിങ്ങിനെ കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ 1 വർഷത്തോളം മുമ്പ് ഞാനിത് കണ്ടതാണ് ഇതിൻ്റെ ആഡ്. പക്ഷേ അന്നൊക്കെ ഇതൊരു ജസ്റ്റ് ഒരു ഫേക്ക് ആയിരിക്കാം, എന്തെങ്കിലും ജസ്റ്റ് ആൾക്കാർ വെറുതെ ഒരു ആഡ് കൊടുക്കുന്നതായിരിക്കാം എന്ന് എനിക്ക് തോന്നിയിരുന്നു. അത് കാരണം കൊണ്ട് ഞാനത് ചെയ്തില്ല. പിന്നെ ആഡ് വന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയത് ജെന്യുവൻ കേസായിരിക്കാം ആണെങ്കിലോ എന്ന് തോന്നി ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് നോക്കാമെന്ന് കരുതിയാണ് ഈ ക്ലാസ്സിലേക്ക് വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് നമുക്ക് പ്രതീഷ് മാസ്റ്റർ സ്ട്രീറ്റ് ഫൈറ്റിൽ നമുക്ക് ഉണ്ടാവുന്നു. അതായത് ഇപ്പോൾ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് പുറത്തേക്ക് പോകുമ്പോൾ നമുക്കെതിരെ ഒരു ആക്രമണം, ഏതെങ്കിലും ഒരു മദ്യലഹരിയിലായാളോ അല്ലെങ്കിൽ മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ബോധമില്ലാതെ വരുന്ന ഒരാൾ നമ്മളെ ആക്രമിച്ചാലും അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധരായ മറ്റു വ്യക്തികൾ നമ്മളെ ആക്രമിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം, അയാളെ തിരിച്ചെങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് സംഭവം ആ സാഹചര്യത്തെ നേരിടാമെന്ന് കൃത്യമായി ഇവിടെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഈ ക്ലാസ്സിൽ നിന്ന് തന്നെ എനിക്ക് അതിനുള്ള ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നത്, ഏത് പ്രായക്കാരായാലും ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ കൂടെ ഒരു അച്ഛനും ഒരു മകനും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കും ഇത് ചെയ്ത് പഠിക്കുന്ന ആൾ പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ്. ആൾക്കും ഇത് ചെയ്തപ്പോൾ നല്ല ഗുണം തോന്നി. കാരണം വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥകളും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടായി കഴിഞ്ഞാൽ അത് നേരിടാൻ കൂടി ആ കുട്ടിയെ കൂടി ആൾ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഇത് ഏത് പ്രായക്കാർക്കും ഇത് ചെയ്യാവുന്ന ഒരു മെത്തേഡിലൂടെയാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്ക് പറ്റുന്ന ആരോഗ്യത്തിനനുസരിച്ച് നമുക്കത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ക്യാമ്പ് ഇപ്പോൾ ഏകദേശം കഴിയാറായി. നമ്മളിപ്പോൾ ഫോട്ടോ എടുത്തിട്ട് ഞാൻ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ മാസത്തിൽ ഒരു ക്യാമ്പും കൂടിയാണ് ഉണ്ടാവുക. നമുക്ക് ഈ മാസത്തെ മലപ്പുറം ക്യാമ്പ് നമുക്ക് വെക്കാൻ പറ്റില്ല, നോമ്പ് സ്റ്റാർട്ട് ചെയ്യാനല്ലോ. നാളെ തൊട്ട് മുസ്ലിംസിൻ്റെയും ക്രിസ്ത്യൻസിൻ്റെയും നോമ്പ് സ്റ്റാർട്ട് ചെയ്യാനാണ്, നമുക്ക് അത് വെക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കിനി ഈ മാസം കൊല്ലം ക്യാമ്പും കൂടി ഉണ്ട്. അപ്പോൾ നമുക്കൊരു അടുത്ത വീഡിയോ കാണുന്നത് ഓറ ബോക്സിനെ വേണ്ടി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു പുതിയൊരു വീഡിയോ കാണുന്നത്.